നമസ്കാരം എല്ലാവർക്കും മേക്ക് ഇറ്റ് ഈസിയുടെ ബേബി കെയർ വീഡിയോയുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നമ്മുടെ രാജ്യത്ത് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബേബി കെയർ വീഡിയോയുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്, എപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, ബ്രസ്റ്റ് മിൽക്ക് കൂടാനായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ഈസി മെത്തേഡ്സ് എന്തൊക്കെയാണ്, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്, എപ്പോൾ ഫീഡ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, എപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം. കഴിവതും ഒരു 2 മണിക്കൂർ ഗ്യാപ്പിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ ഗ്യാപ്പ്, മാക്സിമം 2 മണിക്കൂർ ഗ്യാപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാക്സിമം 2 മണിക്കൂർ ഗ്യാപ്പിൽ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ എല്ലാ അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അരമണിക്കൂർ കൂടുമ്പോൾ വിശപ്പായിരുന്നു വരും. കാരണം ഒന്ന് യൂറിൻ പാസ് ചെയ്യുമ്പോഴോ ഒന്ന് അപ്പിയിട്ട് കഴിയുമ്പോഴോ കുഞ്ഞിന് ചിലപ്പോൾ വിശക്കും. അപ്പോൾ എപ്പോഴാണോ കുഞ്ഞിന് പാല് വേണ്ടതെന്ന് തോന്നുന്നത് അപ്പോഴും ഫീഡ് ചെയ്യുക. 2 മണിക്കൂർ ടൈം ഗ്യാപ്പ് പാലിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടത്? ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ എപ്പോഴും ഒരു കംഫർട്ടബിളായിട്ട് ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വേണം കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ. പ്രത്യേകിച്ചും ആദ്യത്തെ 3 മാസം ഇരുന്നുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുക. കിടന്നുകൊണ്ട് ഒരിക്കലും കുഞ്ഞിനെ ഫീഡ് ചെയ്യരുത്. ആദ്യത്തെ 3 മാസം ഇരുന്നു കൊണ്ട് ഒരു തലയിണ സഹായത്തോടെ നമ്മുടെ കൈത്തണ്ടയുടെ ഈ ഭാഗത്ത് കുഞ്ഞിൻ്റെ തല വരത്തക്ക വിധത്തിൽ കുഞ്ഞിൻ്റെ വയറും അമ്മയുടെ വയറിനോട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് വേണം കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കൈക്ക് സപ്പോർട്ടിന് വേണമെങ്കിൽ നമുക്കൊരു പില്ലോ നമ്മുടെ മടിയിൽ വയ്ക്കാവുന്നതാണ്. അങ്ങനെ വേണം കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട്. ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ വായിലേക്ക് ബ്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിപ്പിളിനോട് ചേർന്നുള്ള ഏരിയോള എന്ന ഭാഗവും കൂടി ഒന്നിച്ച് വേണം കുഞ്ഞിന് വായിലേക്ക് വച്ചു കൊടുക്കാൻ. അങ്ങനെ വച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞ് സ്വാഭാവികമായും സക്ക് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം സക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ മിനിമം ഒരു 15 മിനിറ്റ് ഫീഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് സമയം ഒരു ബ്രസ്റ്റിൽ നിന്ന് വരുന്ന പാല് എന്ന് പറയുന്നത് 4 മിൽക്ക് ആയിരിക്കും. അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടി ലോ ഫാറ്റും ഫ്യൂവർ കലോറീസുമുള്ള 4 മിൽക്ക് ആയിരിക്കും ആദ്യത്തെ കുറച്ച് സമയം ബ്രസ്റ്റിൽ നിന്നും വരുന്നത്. അതിനുശേഷം വരുന്ന പാലാണ് ഹൈൻഡ് മിൽക്ക് എന്ന് പറയുന്നത്. അത് തിക്കും ക്രീമി കൺസിസ്റ്റൻസിയും ആയിരിക്കും. അത് കുഞ്ഞിന് വിശപ്പ് മാറ്റുവാനും 4 മിൽക്ക് കുഞ്ഞിന് ദാഹം ശമിപ്പിക്കുവാനുമുള്ള പാലാണ്. അപ്പോൾ എല്ലാ അമ്മമാരും ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ മിനിമം ഒരു 15 മിനിറ്റ് ഫീഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ ഗ്യാസ് തട്ടിക്കളയാൻ മറക്കരുത്. കുഞ്ഞിനെ എടുക്കുക. അതിനുശേഷം കുഞ്ഞിൻ്റെ വയറ് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് വരത്തക്ക വിധത്തിൽ കുഞ്ഞിനെ അമർത്തി പിടിക്കുക. അതിനുശേഷം കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെ പുറകിലായിട്ട് ഒരു 1 മുതൽ 100 വരെ മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ട് തട്ടിക്കൊടുക്കുക. ഗ്യാസ് പോയില്ലെങ്കിൽ കുഞ്ഞ് കുടിച്ച പാല് കവിട്ടിക്കളയുവാനും കവിട്ടുന്ന സമയത്ത് അത് ചിലപ്പോൾ നിറകയിലും മൂക്കിലും ഒക്കെ പോകുവാനും സാധ്യതയുണ്ട്. ഗ്യാസ് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാം. ടൈം ഗ്യാപ്പ്, അതായത് ഒരു 2 മണിക്കൂർ മിനിമം പാലിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് സക്ക് ചെയ്യുന്ന പ്രഷർ കൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ നമുക്ക് കുഞ്ഞിനെ എത്ര സമയം ഇടവിട്ട് ഫീഡ് ചെയ്യാവോ അത്രത്തോളം മാക്സിമം നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. ഗർഭിണിയായിരുന്നപ്പോൾ കഴിച്ച അതേ രീതിയിലോ അതിന് ഒരുപടി മുകളിലായിട്ടോ വേണം നമ്മൾ ഭക്ഷണം കഴിക്കുവാനായിട്ട്. ഭക്ഷണക്രമത്തിൽ മത്സ്യം, മാംസം, വെജിറ്റബിള്, ഇലക്കറികൾ, ഓട്സ്, പാല്, മുട്ട അങ്ങനെ സമീകൃത ആഹാരങ്ങൾ ഉൾപ്പെടുത്തി വേണം നമ്മുടെ ഭക്ഷണക്രമം പാലിക്കുവാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ ആയുർവേദ മരുന്ന് കഴിക്കുന്നവർ അത് കഴിക്കുകയും കൂടി ചെയ്യുക. ഡോക്ടർ കുറിച്ച് തരുന്ന വിറ്റാമിൻ ഗുളികകളും പ്രോട്ടീൻ പൗഡറുകളും നിർബന്ധമായിട്ട് നമ്മൾ കഴിച്ചിരിക്കണം. ഉലുവ, വെളുത്തുള്ളി, മുരിങ്ങയില, ചീരയില ഇവയൊക്കെ പാല് കൂട്ടുന്നതിന് സഹായിക്കുന്ന ചില വിഭവങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
എന്ന് വിചാരിച്ച് ഒരുപാട് അളവിൽ കഴിക്കരുത്. എല്ലാം ഒരു മിതമായ അളവിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ കഴിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിച്ചിരിക്കണം. ബ്രസ്റ്റ് മിൽക്ക് കൂടാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ധാരാളം വെള്ളം. പച്ചവെള്ളമായിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കരിക്കിൻ്റെ വെള്ളമായിട്ടോ ജ്യൂസായിട്ടോ ഒക്കെ കുടിക്കുക. ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ജ്യൂസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ല. അപ്പം ഫ്രഷ് ജ്യൂസായിട്ടോ ഒക്കെ കുടിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുളിക്കുന്ന സമയത്ത് നമ്മുടെ 2 ബ്രസ്റ്റും ചെറിയ അളവിൽ ഒരു ചെറിയ മസാജ് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റും അവസാനത്തേതുമായ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക. നമ്മുടെ കുഞ്ഞിന് വേണ്ട പാല് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്ന മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. സ്ട്രെസ് ഒഴിവാക്കുക, ടെൻഷൻ ഫ്രീ ആയിരിക്കുക, നന്നായി ഉറങ്ങുക. ഇതൊക്കെ കൂടി ആവുമ്പം ബ്രസ്റ്റ് മിൽക്ക് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആകും. ഒരു 90% പേർക്കും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ബ്രസ്റ്റ് മിൽക്ക് കൂടുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം ഞാൻ അതിനൊരു തെളിവാണ്. അതായത് ആദ്യത്തെ 1-2 ആഴ്ച എനിക്ക് വെറുതെ 1-2 ഡ്രോപ്സ് ആയിട്ട് മാത്രമേ പാലുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഞാൻ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഞാൻ എൻ്റെ മോനെ 2 വയസ്സ് വരെയും ഫീഡ് ചെയ്തു. അതുകൊണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി ഞാൻ പറയുകയാണ്. അതായത് ചില അമ്മമാർക്ക് പാല് കൂടുതലായിരിക്കും. അവരുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ നനയത്തക്ക വിധത്തിൽ ചിലപ്പോൾ പാല് വരാറുണ്ട്. അങ്ങനെയുള്ള അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് പാല് ഫോഴ്സിൽ വരുന്ന ആ പാല് ഒന്നെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെയോ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സിൽ പാല് വരുമ്പോൾ കുഞ്ഞിന് അതനുസരിച്ച് സക്ക് ചെയ്ത് അത് ഉള്ളിലേക്ക് ഇറക്കാൻ കഴിയാതെ വരികയും വിൽക്കുകയും മൂക്കിലും നെറുകയിലും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അമ്മമാർ അത് അല്പം ആദ്യത്തെ പാല് കളഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഒരിക്കലും കുഞ്ഞിനെ പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം കിടന്ന് ഫീഡ് ചെയ്യരുത്. കുഞ്ഞോ അമ്മയോ ഒക്കെ ഉറങ്ങിപ്പോയാൽ അത് പാല് കുഞ്ഞിൻ്റെ മൂക്കിലും വായിലും ഒക്കെ പോകുവാനും ചെവിയിലേക്ക് ഒഴുകിയിറങ്ങി ഇൻഫെക്ഷൻ ഉണ്ടാകുവാനും ബെഡ്ഷീറ്റിൻ്റെയോ ഡ്രസ്സിൻ്റെയോ ഏതെങ്കിലും ഭാഗം കുഞ്ഞിൻ്റെ മുഖത്ത് വീണ് കുഞ്ഞിന് ശ്വാസം മുട്ടൽ ഉണ്ടാകുവാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം കഴിയുമെങ്കിൽ ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ 6 മാസക്കാലം നിങ്ങൾ കുഞ്ഞിനെ ഇരുന്നു കൊണ്ട് തന്നെ ഫീഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രസ്റ്റിൽ നിന്നും ആദ്യം വരുന്ന പാല് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള പാല് കുഞ്ഞിന് ദാഹം ശമിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 6 മാസക്കാലം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് കറക്റ്റായിട്ട് അളവിൽ പാല് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് പാലുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം. കുഞ്ഞ് ഇടവേളകളിൽ മൂത്രമൊഴിക്കുകയും അപ്പിയിടുകയും അല്ലെങ്കിൽ കറക്റ്റായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടായെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് അവൻ്റെ അമ്മയിൽ നിന്നും കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ പറയുന്നത്, ചില സാഹചര്യം കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യാൻ വളരെ മടിയുള്ളവരായിരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്ത് അമ്മമാർക്ക് പാല് കൊടുക്കാവുന്നതാണ്. അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് ഒരിക്കലും ബോട്ടിലിൽ നിങ്ങൾ പാല് കൊടുക്കരുത്. ബോട്ടിലിൽ ഒരു തവണ പാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് സക്ക് ചെയ്യാൻ വളരെയധികം മടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പകരം സ്പൂണിലോ അല്ലെങ്കിൽ പാലാട ഗോകർണം എന്ന ഉപകരണത്തിലൂടെ വേണം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുവാനായിട്ട്. അതായത് എപ്പോഴും എളുപ്പപ്പണിയാണ് വലിയവരും കുഞ്ഞുങ്ങളും എല്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങളുണ്ടെങ്കിലോ അതും കമൻറ്റായിട്ടിടുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു ബേബി കെയർ വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ നന്ദി.